ക്യാറ്റ് 2025 അഥവാ കുസാറ്റ് അഡ്മിഷൻ ടെസ്റ്റ് 2025 അഡ്മിറ്റ് കാർഡ് റിലീസായിട്ടുണ്ട്. അപ്പോൾ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഇതിൽ. അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻസ് ഓർമ്മിപ്പിക്കും, അതുപോലെ ഒരു സാമ്പിൾ അഡ്മിറ്റ് കാർഡും കാണിക്കും. അതിൽ ആദ്യത്തെ നോക്കുക, കാൻഡിഡേറ്റ്സ് ക്യാൻ ഡൗൺലോഡ് ദ അഡ്മിറ്റ് കാർഡ് ഫ്രം ദെയർ പ്രൊഫൈൽ. കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, അതായത് ലോഗിൻ ചെയ്ത് കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറുക, നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുക്കാം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് ഓപ്റ്റഡ് ഫോർ 5-year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ് ആൻഡ് 5-year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ്. ബയോളജിക്കൽ സയൻസ് അതുപോലെ എൻവയോൺമെൻറ്റൽ സയൻസ്. ഹൗ ടു അറ്റൻഡ് ദ ക്യാറ്റ് 2025 ടെസ്റ്റ് കോഡ് 104 in 2 sessions. അതായത് ബയോളജിക്കൽ സയൻസും എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും രണ്ടും എടുത്തിരിക്കുന്നവർ 104 എന്നുള്ള കോഡ് 2 സെഷനായിട്ട് ചെയ്യണം. മോർണിംഗിൽ ഫിസിക്സ് കെമിസ്ട്രിയും ആഫ്റ്റർനൂൺ സെഷനിൽ ബയോളജിയും. അതുപോലെ കാൻഡിഡേറ്റ്സ് ഓപ്റ്റഡ് ഫോർ BTech പ്രോഗ്രാംസ് എലോങ് വിത്ത് 5-year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ ബയോളജിക്കൽ സയൻസ്. BTechഉം ബയോളജിക്കൽ സയൻസും ഒന്നിച്ചെടുത്തവർ, അല്ലെങ്കിൽ BTechഉം 5-year ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസും ഒന്നിച്ചെടുത്തവർ നീഡ് ടു അറ്റൻഡ് ടെസ്റ്റ് കോഡ് 101 ഇൻ മോർണിംഗ് സെഷൻ ആൻഡ് ടെസ്റ്റ് കോഡ് 104 ഇൻ ആഫ്റ്റർനൂൺ സെഷൻ. അപ്പോൾ ഇതിൽ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ടതാ. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എടുത്ത് നോക്കിയാൽ ഇതുവർ ഇൻസ്ട്രക്ഷൻ തന്നിരിക്കുകയാണ്. ചിലർ 2 ദിവസം എക്സാം അല്ലെങ്കിൽ 2 ഷെഡ്യൂൾഡ് എക്സാം എഴുതേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കേസിൽ, അതായത് ഇപ്പം നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ടെസ്റ്റ് കോഡുകളും ഡീറ്റെയിലും ഉണ്ടല്ലോ, അപ്പോൾ ഇത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡിലും കാണിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അഡ്മിറ്റ് കാർഡിൽ ആ ഡീറ്റെയിൽ ഉള്ളത് കൊണ്ട് അത് മെൻഷൻ ചെയ്ത് അല്ലെങ്കിൽ അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴൊക്കെയാണ് എക്സാം. അതുകൊണ്ട് ഇത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ് ആവേണ്ട, ഇതിൻ്റെ ബാക്കി കണ്ടാൽ മനസ്സിലാവും. ഇനി കാൻഡിഡേറ്റ്സ് മസ്റ്റ് പ്രൊഡ്യൂസ് ദ ഫോളോവിങ് ID പ്രൂഫ്. ഏതൊക്കെയാണ് വാലിഡ് ID പ്രൂഫായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്? കളർ പ്രിൻ്റ് ഔട്ട് ഓഫ് ഈ ആധാറിൻ്റെ കളർ പ്രിൻ്റ് ഔട്ട്, വോട്ടേഴ്സ് ID കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂളിൻ്റെ അല്ലെങ്കിൽ കോളേജിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, വാലിഡ് പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ് ഇൻ ഒറിജിനൽ. ഇതൊക്കെ ഒറിജിനൽ കൊണ്ടുപോയാൽ നിങ്ങളുടെ വാലിഡ് ID ആയിട്ട് കൺസിഡർ ചെയ്യും. അല്ലെങ്കിൽ എനി ഓഫ് ദ ഗവൺമെൻറ് ഇഷ്യൂഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഡിജിറ്റൽ ഫോർമാറ്റിൽ ഡിജി ലോക്കറിലുള്ളത് കൊണ്ടുപോകാം. നോ അതർ മോഡ് ഓഫ് ഡിജിറ്റൽ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിജി ലോക്കറിലുള്ളത് കൊണ്ടുപോകാം, പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകേണ്ടി വരും. കാരണം പിന്നീട് പറയുന്നുണ്ട് മൊബൈൽ ഫോൺ പെർമിറ്റ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി ഇഫ് ദർ ആർ എനി മൈനർ സ്പെല്ലിംഗ് എറേഴ്സ്, സപ്പോസ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലോ മറ്റോ ഇൻ അഡ്മിറ്റ് കാർഡ് ദാറ്റ് ഈസ് ഇൻ ദ നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്. ഇപ്പോൾ കുട്ടിയുടെ പേരിലോ വീട്ടുപേരിലോ ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഹി ഓർ ഷീ വിൽ ബി പെർമിറ്റഡ് ടു അപ്പിയർ ദ എക്സാം. കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ എക്സാം എഴുതാൻ പെർമിറ്റ് ചെയ്യും. അപ്പോൾ അതിലോർത്ത് വറിയിടാവണ്ട. ഒന്നുകൂടി ഓർമ്മിച്ചു, റേഷൻ കാർഡ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ആസ് വാലിഡ് ID പ്രൂഫ്. റേഷൻ കാർഡ് വാലിഡ് ID പ്രൂഫ് അല്ല. ഈ മേലെ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒന്നേ നിങ്ങൾക്ക് വാലിഡ് ID ആയിട്ട് കൺസിഡർ ചെയ്യൂ. അതേപോലെ സ്പെല്ലിങ്ങിലും മറ്റും ചെറിയ എറർ ഉണ്ടെങ്കിൽ നിങ്ങൾ വറിയിടാവണ്ട, നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇനി അടുത്ത് പറഞ്ഞിരിക്കുന്നു, ഇൻ കേസ് ഓഫ് മാരീഡ് കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ചേഞ്ച്ഡ് ദെയർ നെയിം വിൽ ബി അലൗഡ് ഇഫ് ദേ പ്രൊഡ്യൂസ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഓർ ദെയർ മാരേജ് സർട്ടിഫിക്കറ്റ് ഓർ അഫിഡവിറ്റ്. അതായത് വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങളുടെ പേരിൻ്റെ ഇനിഷ്യലിൽ ഭർത്താവിൻ്റെയോ മറ്റോ പേര് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗസറ്റ് നോട്ടിഫിക്കേഷനോ അല്ലെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു അഫിഡവിറ്റ് സാക്ഷ്യപത്രമോ കൊടുത്താൽ നിങ്ങൾക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. അതേപോലെ കാൻഡിഡേറ്റ്സ് ഹു ഡു നോട്ട് പൊസസ് എനി ഓഫ് ദ ഐഡൻറ്റിറ്റി പ്രൂഫ് മെൻഷൻഡ് എബോ, മേൽ പറഞ്ഞിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റ് നിങ്ങളുടെ കയ്യിലില്ല എന്ന് വിചാരിക്കുക, ഷുഡ് പ്രിപ്പയർ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് ഇൻ പ്രിസ്ക്രൈബ്ഡ് ഫോർമാറ്റ്. നിങ്ങൾക്കൊരു ഫോർമാറ്റിൽ തയ്യാറാക്കാം. ഏത് ഫോർമാറ്റ്? അഡ്മിഷൻ വെബ്സൈറ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ലിങ്കിൽ ഡൗൺലോഡ് മെനുവിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ള ഫോം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലെന്ത് ചെയ്യുക, ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിക്കുക. അതായത് ഡ്യൂപ്ലിക്കേറ്റ് വിത്ത് ഹിസ് ഓർ ഹെയർ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അഫിക്സ്ഡ് ഓൺ സ്പേസ് പ്രൊവൈഡഡ്. അതായത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചിരിക്കുന്ന അതേ ഫോട്ടോ ആ ഫോർമാറ്റിൽ ഒട്ടിക്കുക. അതായത് ആ ഫോം ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ആ ഫോമിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ അതേ ഫോട്ടോ ഒട്ടിക്കുക. അതേപോലെ അഡ്മിറ്റ് കാർഡിൽ ഇട്ടിരിക്കുന്ന പോലെ സെയിം ഒരു സിഗ്നേച്ചർ കൊടുക്കുക. ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഒരു ഗസറ്റഡ് ഓഫീസർ, അത് സ്റ്റേറ്റ് ഗസറ്റഡ് ആയിക്കോട്ടെ സെൻട്രൽ ഗസറ്റഡ് ആയിക്കോട്ടെ, ആ ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് നിങ്ങൾ അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുക. അതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി നിങ്ങളുടെ കയ്യിൽ വെക്കണം. ഒന്ന് നിങ്ങൾ ഇൻവിജിലേറ്റർക്ക് കൊടുക്കണം. കാരണം പിന്നീട് ഒരു ആവശ്യത്തിന് നിങ്ങൾക്കും വേണം. അതുകൊണ്ട് അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒറിജിനലെ നിങ്ങൾ എവിടെ കൊടുക്കാവൂ? ഇൻവിജിലേറ്റർക്ക് കൊടുക്കാവൂ. അടുത്ത ക്യാറ്റ് 2025 കാൻഡിഡേറ്റ്സ് ഹൂസ് ആപ്ലിക്കേഷൻ ഹാവ് ബീൻ വിത്ത്ഹെൽഡ് ഡ്യൂ ടു ഡിഫക്റ്റീവ് ഫോട്ടോ ഓർ സിഗ്നേച്ചർ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് ആൻ അഡ്മിറ്റ് കാർഡ്. അതായത് ചിലരുടെ ഫോട്ടോയിലോ സിഗ്നേച്ചറിലോ പ്രശ്നം ഉണ്ടായിരുന്നു, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അത് ഡിഫക്റ്റ് ആയിട്ടും അവർക്ക് അഡ്മിറ്റ് കാർഡ് കൊടുത്തിട്ടുണ്ട് വിതൗട്ട് ദെയർ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ. അതിൽ ഫോട്ടോയോ സിഗ്നേച്ചറോ ചിലപ്പോൾ ഉണ്ടാവില്ല. എന്ത് ചെയ്യണം? ദേ ഹാവ് ടു അഫിക്സ് എ റീസെൻറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഓൺ ദ ഡൗൺലോഡഡ് അഡ്മിറ്റ് കാർഡ്. ആ ഈ അഡ്മിറ്റ് കാർഡിൻ്റെ ഫോട്ടോ ബ്ലാങ്ക് ആയിരിക്കാം, ചില ബ്ലർഡ് ആയിരിക്കാം. അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു പുതിയ ഫോട്ടോ ഒട്ടിക്കുക. ആൻഡ് ഗെറ്റ് ഇറ്റ് ഡ്യൂലി അസറ്റഡ് ബൈ ഗസറ്റഡ് ഓഫീസർ. അറ്റസ്റ്റ് ചെയ്യപ്പെടണം. ആരുടെ അല്ലെങ്കിൽ ആരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം? ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിക്കണം.
നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഏതായാലും കുഴപ്പമില്ല. ഗസറ്റഡ് ഓഫീസർ ആയിരിക്കണം. ഗസറ്റഡ് ഓഫീസറുടെ പേര്, ഡെസിഗ്നേഷൻ, ഓഫീസിലൊക്കെ അവിടെ ഉണ്ടാവണം. ക്ലിയർ? ഇനി അവിടെ നിങ്ങളൊരു സിഗ്നേച്ചറും ഇടണം. അതിന് കുറുകെ നിങ്ങളൊരു സിഗ്നേച്ചറും ഇടണം. ക്ലിയർ അല്ലേ? ഇതെല്ലാം ചേർത്തിട്ടാണ് അവർ അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് കൊടുക്കുമ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് ഫോട്ടോ ഇല്ലാത്ത അഡ്മിറ്റ് കാർഡാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തത്. പക്ഷേ നിങ്ങൾക്ക് ഫോട്ടോ പേസ്റ്റ് ചെയ്ത് സിഗ്നേച്ചറും ഇട്ട് അറ്റസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതിൻ്റെയും ഒരു കോപ്പി നിങ്ങൾ എടുത്ത് വെച്ചേക്കുക. കാരണം ഇത് നിങ്ങൾ ഇൻവിജിലേറ്റർക്ക് കൊടുക്കും. അപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു കോപ്പി ഉണ്ടാവില്ല. അതുകൊണ്ട് അഡീഷണൽ ഫോട്ടോ കോപ്പി നിങ്ങളുടെ ആവശ്യത്തിന് വെച്ചേക്കണം. ക്ലിയർ അല്ലേ? ഇനി അഡ്മിറ്റ് കാർഡിലേക്ക് വരുന്നു. അഡ്മിറ്റ് കാർഡിൽ നോക്കുക, ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട്. ഇവിടെ രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും, കുട്ടിയുടെ പേരുണ്ടാവും, കുട്ടിയുടെ അഡ്രസ്സ് ഉണ്ടാവും, പിൻകോഡ് ഉണ്ടാവും, പിന്നെ ടെസ്റ്റ് സിറ്റി, ടെസ്റ്റ് സെൻറ്റർ കോഡ്, വെന്യൂ, ഇത്രയും ഉണ്ടാവും. ഇവിടെ കുട്ടിയുടെ ഫോട്ടോഗ്രാഫ് ഉണ്ടാവും, ഇവിടെ സിഗ്നേച്ചറും ഉണ്ടാവും. ഫസ്റ്റ് പേജിൽ തുടക്കത്തിൽ താഴെയാണ് ടെസ്റ്റ് ഡീറ്റെയിൽ ഉള്ളത്. ഇവിടെ നോക്കുക, ഈ കുട്ടി 101 കോഡ് മാത്രമാണ് എഴുതുന്നത്. അപ്പോൾ റോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡേറ്റ് ഉണ്ട്, ടൈം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9:30 തുടങ്ങി 12:00 വരെയാണ് കുട്ടിയുടെ എക്സാം. മറ്റൊരു അഡ്മിറ്റ് കാർഡ് കൂടി നോക്കുക. ഈ അഡ്മിറ്റ് കാർഡിൽ കുട്ടി 101ഉം 104ഉം ഉണ്ട്. അപ്പോൾ 11-ാം തീയതി രാവിലെ 9:30 തുടങ്ങി 12:00 വരെയും ഒരു എക്സാം ഉണ്ടാവും. 11-ാം തീയതി 2:30 തുടങ്ങി 3:45 വരെയും ഒരു എക്സാം ഉണ്ടാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് 2 സെഷനായിട്ടാണ് എക്സാം. ഇപ്പോൾ ഇത് രണ്ടിലൂടെ ഒരു അഡ്മിറ്റ് കാർഡ് മതി. സെപ്പറേറ്റ് അഡ്മിറ്റ് കാർഡ് എടുക്കാൻ പറഞ്ഞിട്ടില്ല, ഒരു അഡ്മിറ്റ് കാർഡ് മതി. അതുപോലെ മൂന്നാമത്തെ കേസ് നോക്കുക, ഇത് 201, 101, 104 3 ടെസ്റ്റിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 10-ാം തീയതി 4 മണി തുടങ്ങി 6 മണി വരെ വൈകിട്ട് ഒരു എക്സാം ഉണ്ട്. 11-ാം തീയതി 9:30 തുടങ്ങി 12:30 വരെ ഒരു എക്സാം ഉണ്ട്. ഇവിടെ 11-ാം തീയതി 2:30 തുടങ്ങി 3:45 വരും. അപ്പോൾ 2 ദിവസങ്ങളിൽ 3 ഷെഡ്യൂളായിട്ടാണ് ഈ കുട്ടി എക്സാം എഴുതുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിലേ പറഞ്ഞു, നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസിൽ വറീഡ് ആവണ്ട. നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ ടെസ്റ്റ് സബ്ജക്റ്റ് എന്നുള്ള സെഷനിൽ എത്ര എണ്ണം പറഞ്ഞിരിക്കുന്നു ആ സെഷനിൽ നിങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യണം, എക്സാം എഴുതണം. ഇനി അതിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ശ്രദ്ധിക്കാം. കാൻഡിഡേറ്റ്സ് ഷുഡ് റിപ്പോർട്ട് അറ്റ് ദ ടെസ്റ്റ് വെന്യൂ 90 minutes പ്രയർ ടു ദ കമൻസ്മെൻറ്റ്. അതായത് ടെസ്റ്റ് വെന്യൂവിൽ എക്സാം തുടങ്ങുന്നതിന് 90 മിനിറ്റ് 1.5 മണിക്കൂർ മുമ്പ് അവിടെ എത്തണം. ഇനി എക്സാം തുടങ്ങുന്നതിന് 15 മിനിറ്റ് മുമ്പ് ഗേറ്റ് ക്ലോസ് ചെയ്യും. നോ കാൻഡിഡേറ്റ് വിൽ ബി അലൗഡ് ടു എൻ്റർ ദ ടെസ്റ്റ് വെന്യൂ പെർമിസസ് ദെയർ ആഫ്റ്റർ അറ്റ് എനി സർക്കംസ്റ്റാൻസസ്. അതായത് ഒരു കാരണവശാലും ഇതിന് ശേഷം പെർമിറ്റ് ചെയ്യില്ല. അതായത് എക്സാം സെൻറ്റർ എക്സാം എപ്പോൾ തുടങ്ങുന്നു അതിന് 15 മിനിറ്റ് മുമ്പ് ക്ലോസ് ചെയ്യും, 1.5 മണിക്കൂർ മുമ്പ് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഈ 1.5 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ അവിടെ എത്തിയാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാം. പിന്നെയുള്ളത് വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബ്രിങ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒറിജിനൽ ആയിരിക്കണം, ഫോട്ടോഗ്രാഫ് ഉള്ളതായിരിക്കണം. വാലിഡ് ID പ്രൂഫ് ഏതൊക്കെയാണെന്നുള്ള ലിസ്റ്റ് പറഞ്ഞിരുന്നു. ഡ്രൈവിംഗ് ലൈസൻസ്, സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഐഡൻറ്റി കാർഡ്, ഈ ലിസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ പറഞ്ഞതാണ്, മുമ്പത്തെ ഇൻസ്ട്രക്ഷനിൽ തന്നെ പറഞ്ഞതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് കൊണ്ടുപോകണം. അതേപോലെ ഫോട്ടോസ് ഓർ സ്കാൻഡ് കോപ്പീസ് ഓഫ് ദ ഐഡൻറ്റി കാർഡ് സ്റ്റോർഡ് ഇൻ ദ മൊബൈൽ ഫോൺ വിൽ നോട്ട് ബി അക്സെപ്റ്റഡ്. ഫോണിലുള്ളത് വാലിഡായിട്ട് പെർമിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡിജി ലോക്കർ പെർമിറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഒബ്റ്റെയിൻ ദ വെരിഫിക്കേഷൻ സീൽ ഫോർ ഈച്ച് ടെസ്റ്റ് ഇൻ അഡ്മിറ്റ് കാർഡ് ആൻഡ് കീപ് ഇറ്റ് സേഫ് ഇൻ കസ്റ്റഡി. അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോയി നിങ്ങളുടെ ഫ്രിസ്കിംഗ് പ്രോസസ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു വേരിഫിക്കേഷൻ സീൽ വെച്ച് കിട്ടും. അത് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. ഓക്കെ, അതായത് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ദെൻ എക്സാമിനെ കുറിച്ച് പറയുന്നു, 3 marks വിൽ ബി അവോയ്ഡ് ഫോർ ഈച്ച് കറക്റ്റ് ആൻസർ. നിങ്ങളുടെ ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്കായിരിക്കും. 1 മാർക്ക്, 1 മാർക്ക് നിങ്ങളുടെ നെഗറ്റീവും പോവും തെറ്റിയാൽ. ഇനി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ മറ്റോ ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ പറഞ്ഞാൽ പേരിലെ പ്രശ്നങ്ങളല്ല, അങ്ങനെ അല്ലാതെ നിങ്ങൾ കൊടുക്കാത്തൊരു കോഴ്സോ അല്ലെങ്കിൽ കൊടുത്ത കോഴ്സോ വരാതിരിക്കുകയോ മറ്റോ ചെയ്താൽ നിങ്ങൾ അവരെ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. അതുപോലെ മറ്റ് ഇൻസ്ട്രക്ഷൻസ് നോക്കുക. ഇതൊരു CBT എക്സാം ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണെന്നുള്ള ഓർക്കുക. അതേപോലെ കാൻഡിഡേറ്റ്സ് മസ്റ്റ് പ്രൊഡ്യൂസ് ദ ഹാർഡ് കോപ്പി ഓഫ് ദ ഡൗൺലോഡ് അഡ്മിറ്റ് കാർഡ് എലോങ് വിത്ത് വാലിഡ്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഓർമ്മിപ്പിക്കുന്നു. ഒരു പ്രിന്റ് ചെയ്ത ഒരു പ്രിന്റ് ഔട്ട് എടുത്ത ഒരു അഡ്മിറ്റ് കാർഡും ഉണ്ടാവണം, വാലിഡ് ID പ്രൂഫ് ഉണ്ടാവണം. ഇത് ഇൻസ്ട്രക്ഷൻസ് അവർ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർക്കുക, ഇത് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. മുമ്പ് നമ്മൾ പറഞ്ഞതല്ലാത്ത മറ്റൊരു ID കാർഡും അവർ അംഗീകരിക്കില്ല. ഇനി അതില്ലാത്തവരെന്ത് ചെയ്യുക, ഗസറ്റഡ് ഓഫീസറോട് അത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങണം. അതിൻ്റെ പ്രൊസീജിയർ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അടുത്ത ശ്രദ്ധിക്കുക, കാൻഡിഡേറ്റ് ഷുഡ് ക്യാരി നോർമൽ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ്. നിങ്ങൾക്കൊരു ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ബ്ലൂ കളർ ബോൾ പോയിന്റ് പെന്ന് കൊണ്ടുപോകാം. ഓക്കെ, വേറെ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരോട് അടുത്തിരിക്കുന്ന ആളോട് വാങ്ങാനും അവർ പെർമിറ്റ് ചെയ്യില്ല. അതേപോലെ സിഗ്നേച്ചറിലോ ഫോട്ടോയിലോ മറ്റോ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, അത് നിങ്ങൾക്ക് ഫോട്ടോ ഒട്ടിച്ച് സിഗ്നേച്ചർ ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങാം. അതേപോലെ തന്നെ വിൽ നോട്ട് ബി അലൗഡ് ടു ലീവ് ദ എക്സാമിനേഷൻ ഹോൾ ബിഫോർ ദ എക്സ്പയറി. അതായത് എക്സാം കഴിയാതെ, 1.5 മണിക്കൂർ എക്സാം അല്ലെങ്കിൽ 2 മണിക്കൂർ എക്സാം ആണെങ്കിൽ ആ എക്സാം കഴിയാതെ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതേപോലെ അതിനുള്ളിലേക്ക് നിങ്ങൾ ഡിവൈസസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക. നിങ്ങൾ വാച്ച് പോലുള്ള സാധനങ്ങളും ഒഴിവാക്കുകയായിരിക്കും ബെറ്റർ. ദെൻ
റഫ് വർക്ക് ഈസ് ടു ബി ഡൺ ഓൺലി അറ്റ് ദ ബ്ലാങ്ക് ഷീറ്റ് പ്രൊവൈഡ് അറ്റ് എക്സാം ഹോൾ. നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഒരു ബ്ലാങ്ക് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിൽ നിങ്ങൾ നിങ്ങളുടെ പേരും റോൾ നമ്പറും എഴുതണം. എന്നിട്ട് എക്സാം കഴിയുമ്പോൾ റഫ് വർക്കിൻ്റെ ഈ ഷീറ്റ് എക്സാം കഴിയുമ്പോൾ അവിടെ തന്നെ തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഓൾമോസ്റ്റ് കുസാറ്റിൻ്റെ അഡ്മിറ്റ് കാർഡുമായിട്ട് ബന്ധപ്പെട്ടും എക്സാമിന് പോകുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ടെസ്റ്റ് സെൻറ്റർ ഡീറ്റെയിലും എല്ലാം കൂടെ തന്നെ ഞാൻ ഓൾമോസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ ഞാൻ പറയാത്തതോ അല്ലെങ്കിൽ പറഞ്ഞതിൽ സംശയമുള്ളതോ ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡിൽ ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്താൽ ത്രൂ വാട്സപ്പ് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്നുള്ളതായി അയച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസ് ത്രൂ വാട്സപ്പ് ചെയ്യാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.